കിങ്സ് സൗദി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിനിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന പ്രിയ സുഹൃത്ത് ഡോക്ടർ അബ്ദുസലാം റിയാദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ. ബഹുവന്യരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ നേതാക്കളെ, സഹപ്രവർത്തകരെ, അരീക്കോട് സ്വദേശത്തെ തോട്ടുമുക്കം എന്ന് പറയുന്ന പ്രദേശത്ത് വരമ്പിൽ മണ്ണ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലെ 10 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കുഗ്രാമത്തിലെ മർഹൂം ഉമർ സാഹിബിന്റെയും അദ്ദേഹത്തിന്റെ വിധവയായ റുഖയ്യ എന്നവരുടെയും 4ാമത്തെ മകനായ ഞാൻ അബ്ദുസലാം ആ വരമ്പിൽ മണ്ണ് എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്നും ഇന്ന് ഇവിടെ നിങ്ങൾ ആയിരങ്ങൾക്ക് മുമ്പിൽ, ഈ നേതാക്കൾക്ക് മുമ്പിൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് ആണ് എന്റെ ആദ്യത്തെ സ്തുതി. അൽഹംദുലില്ലാഹ്. എന്നെ ഞാനാക്കിയതിൽ എനിക്ക് എന്നും ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന വകാഫിലുൽ യതീം ഹകദാ എന്നുള്ള ആ ഒരു മഹത്തായ സന്ദേശം ഈ ലോകത്തിന് തന്നിട്ട് പോയിരുന്നില്ലെങ്കിൽ അബുൽ ഐതാം ഷെയ്ഖുന ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് ഖമറുൽ ഉലമ, ഞാനടക്കമുള്ള 10,000-കണക്കിന് യതീമുകളെ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നും എടുത്ത് സംരക്ഷിച്ച് വളർത്തി ഇന്ന് സമൂഹത്തിന്റെ അത്യുന്നതയിലേക്ക് കൊണ്ടുവരാനുള്ള ആ പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ നാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരിൽ നിന്നൊക്കെ മർക്കസിനെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. മർക്കസ് സമൂഹത്തിന്റെ ഉന്നതരുടെ മക്കളെ പഠിപ്പിച്ച്, ഇവിടെ റഹീം സാഹിബും സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായവരുടെ വിദ്യ അഭ്യസിക്കാൻ കഴിവുള്ള, സാമ്പത്തികമായും സാമൂഹികമായും കഴിവുള്ള ആളുകളെ വിദ്യ അഭ്യസിച്ച് അവർക്ക് ഡിഗ്രികൾ വാങ്ങിക്കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല മർക്കസ് നടത്തുന്നത്. നേരെ മറിച്ച് ഒരു നിലക്കും വിദ്യ അഭ്യസിക്കാൻ സാഹചര്യമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളാണ് മർക്കസിൽ നിന്ന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവരോ. അവിടെയാണ് മർക്കസ് എന്ന സ്ഥാപനത്തെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉമ്മയോടാണ്. അവൻ എന്നും ലാളനയോടെ കളിച്ച് വളർന്നതും അവന്റെ ഉമ്മയുടെ മടിത്തട്ടിലാണ്. അവൻ വളർന്നു വലുതാകുമ്പോൾ അവൻ നേടിയതെല്ലാം അവൻ തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നതും ആ ഉമ്മയ്ക്ക് തന്നെയാണ്. ഞാനടക്കമുള്ള എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആയിരക്കണക്കിനായ മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും ശരീരം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അതോടൊപ്പം മനസ്സ് ഇവിടെയുമായി ഞാൻ ഈ പ്രസംഗിക്കുന്നത് വീക്ഷിക്കുന്ന 10,000-ങ്ങളായ എന്റെ സുഹൃത്തുക്കളും, അവരെല്ലാവരും ജീവിതത്തിൽ ഒരു പക്ഷേ ഉമ്മയുടെ മടിത്തട്ടിലാകില്ല കളിച്ചു വളർന്നത്. സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടോ അതോ ജീവിതത്തിന്റെ ലക്ഷ്യബോധങ്ങൾ വളരെ വലുതായതുകൊണ്ടോ അവരെ മർക്കസിലെത്തിച്ചു. അവർ ജീവിതത്തിൽ കളിച്ചതും വളർന്നതും അനുഭവിച്ചതുമെല്ലാം മർക്കസിന്റെ മടിത്തട്ടാണ്. മർക്കസാണ് അവരുടെ 2ാമത്തെ ഉമ്മ. നാം ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ഈ നിമിഷത്തിൽ നമ്മുടെ ഉമ്മയായ നമ്മുടെ ഈ മടിത്തട്ടിൽ, നാം കളിച്ചു വളർന്ന ഈ മടിത്തട്ടിലേക്ക്, നമ്മുടെ ഉമ്മയായ ഈ സ്ഥാപനത്തിലേക്ക് നാം പഠിച്ചു വളർന്നു, നാം ജീവിതത്തിൽ എല്ലാം നേടി, ഇപ്പോൾ നാം എന്ത് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ്. നമ്മെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ, ഉമ്മയ്ക്ക് വേണ്ടി നാം തിരിച്ചു നൽകുന്നത് പോലെ
നമ്മുടെ മർക്കസിന്റെ മടിത്തട്ടിലേക്ക് നാം എന്ത് നൽകി എന്ന് നാം എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. ഇന്നിവിടെ പ്രതിപാദിച്ചു ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി, നമുക്ക് 70,000-ൽ മേലെ അലുമിനി സ്റ്റുഡൻസ് ഉണ്ട്. മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഇപ്പോൾ പഠിക്കുന്നവരും കൂടി കൂടുമ്പോൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയവരാണ് 70,000-ഓളം കുട്ടികൾ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ മർക്കസിന്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്ന 22,000 കുട്ടികളും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ കൂടി പഠിക്കുന്ന 1,00,000-ഓളം വരുന്ന കുട്ടികൾ. ഈ കുട്ടികൾക്കെല്ലാം വേണ്ടി ഇവിടെ ചെലവ് വരുന്നത് ദിവസേന ലക്ഷക്കണക്കിന് രൂപയാണ്, മാസത്തിൽ കോടിക്കണക്കിന് രൂപയാണ്. നാം 70,000 കുട്ടികൾ മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ 70,000 പൂർവ്വ വിദ്യാർത്ഥികൾ മനസ്സ് വെച്ചാൽ, മെല്ലെ ഒന്ന് മനസ്സ് വെച്ചാൽ തീരുന്നതല്ലേ ഉസ്താദിന്റെ യാത്ര? സുഹൃത്തുക്കളെ, നാം ഒരുപാട് അനുഭവിച്ചില്ലേ? ഒരുപാട് ഭക്ഷണം കഴിച്ചില്ലേ? ജീവിതത്തിൽ ഒരുപാട് നേടിയില്ലേ? മർക്കസിനെ കൊണ്ട്, ഉസ്താദിനെ കൊണ്ട്. ഉസ്താദ് ഒരു പുരുഷ ആയുസ് മുഴുവൻ ഓടിയില്ലേ? എത്ര കാലമായി ഓടുന്നു? നിങ്ങൾ ആരെങ്കിലും ഉസ്താദിന്റെ കാലിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? അവിടെ അടിഞ്ഞുകൂടിയ നീര് ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? എത്ര വർഷങ്ങളായി ഒരു ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ ഉസ്താദ് ഉറങ്ങിയിട്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും ഓടിക്കണോ ഉസ്താദിനെ? നമ്മൾ ശക്തരായ 70,000-ഓളം അലുമിനികൾ ഇവിടെയുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവർ, നമുക്ക് നമ്മെ എല്ലാം ആക്കിയ നമ്മുടെ സ്ഥാപനത്തിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇനിയുള്ള ചെലവുകൾ, ഇനിയുള്ള ഭാവി പദ്ധതികൾ എന്തുകൊണ്ട് നമുക്ക് മാത്രം ഏറ്റെടുത്തുകൂടാ? നാം ശക്തരാണ്, നമുക്ക് മനസ്സ് വെച്ചുകൂടെ? നാം ഇനിയും ഉസ്താദിനെ ഓടിക്കരുത്. ഉസ്താദ് ഒരുപാട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ എനിക്ക് ശേഷം പ്രസംഗിക്കാൻ വരുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. ചർച്ച ആ രീതിയിലേക്ക് പോകട്ടെ. പൊതുസമൂഹത്തിന്റെ പിരിവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സക്കാത്ത് കൊണ്ട് അങ്ങനെ പൊതുസമൂഹം തന്നിട്ട് ഒരു സ്ഥാപനം കാലാകാലം ഓടുക എന്നത് വയബിലിറ്റി അല്ല, സസ്റ്റൈനബിൾ അല്ല. അത് എല്ലാ കാലവും നടക്കില്ല. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സസ്റ്റൈനബിൾ ആയി മാറേണ്ടതുണ്ട്. അത് നിലനിൽക്കണം, ഉണ്ടാക്കിയാൽ പോരാ, നിലനിൽക്കണം. ഇവിടെ പഠിക്കുന്ന 22,000 കുട്ടികളുണ്ട്. ഓരോ കുട്ടികളെ നമുക്ക് സ്പോൺസർ ചെയ്തുകൂടെ? നമുക്ക് വ്യക്തിപരമായി കഴിയില്ലെങ്കിൽ നാം നമ്മുടെ മർക്കസിന്റെ സന്ദേശവുമായി നമ്മുടെ പരിസരത്ത് നാം ഇടപഴകുന്ന ആരുടെങ്കിലും അടുത്തേക്ക് പോയിക്കൂടെ? മർക്കസിനെ പരിചയപ്പെടുത്തിക്കൂടെ? സുഹൃത്തെ, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇവിടെ ഇത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതിലെ ഒരു കുട്ടിയെ താങ്കൾ പഠിപ്പിക്കണം. ആരാ ഏറ്റെടുക്കാത്തത്? വളരെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കും ആളുകൾ. നാം പറയുന്നത് ഒരാൾ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യണമെന്നാണ്. നാം വലിയ സംഖ്യയാണ്, 70,000 കുട്ടികളുണ്ട്. നാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. എല്ലാവരും വിവിധങ്ങളായ തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണ്. നമുക്കെല്ലാവർക്കും സാലറി കിട്ടാറുണ്ട്, വരുമാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാസത്തിൽ 30 ദിവസമുണ്ട്. ആ 30 ദിവസത്തിൽ 29 ദിവസത്തെ വരുമാനവും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുകയും 1 ദിവസത്തെ വരുമാനം നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, നമ്മെ നാമാക്കിയ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിച്ചുകൂടെ? 1 ദിവസത്തെ വരുമാനം, ബാക്കി 29 ദിവസത്തെ വരുമാനവും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമുക്ക് ലക്ഷ്യബോധമില്ലാഞ്ഞിട്ടാണ്, നാം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട് റിയാദിൽ, പേര് ഞാൻ പ്രതിപാദിക്കുന്നില്ല. സുഹൃത്ത് ഉംറക്ക് പോവുകയാണ്. തൊട്ടടുത്ത സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്താണ് പേര്? എന്റെ പേര് സൈനുദ്ദീൻ. എവിടെയാണ് നാട്? ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്താണ്. എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു പ്രിൻസിന്റെ വലിയ ഒരു ഇസ്ലാമിക് ഇദാറയിൽ അവിടെ സെക്യൂരിറ്റി ഓഫീസറാണ്. വളരെ ചെറിയ ജോലി, അല്ലെങ്കിൽ വലിയ ഉന്നത ജോലി അല്ല, സെക്യൂരിറ്റി ഓഫീസറാണ്. ആ കാർഡൊന്ന് വാങ്ങുന്നു, നിങ്ങളുടെ കാർഡൊന്ന് വേണം. അങ്ങനെ തിരിച്ച് ഉംറ കഴിഞ്ഞു വന്ന് അയാൾക്കൊന്ന് വിളിക്കുന്നു, വീട്ടിലേക്കൊന്ന് വരണം, വീട്ടിലേക്കൊന്ന് കാണാൻ ഒരു അവസരം തരണം. വീട്ടിൽ പോകുന്നു, മർക്കസിന്റെ ബ്രോഷറും മർക്കസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന ബ്രോഷറുമായി അയാളുടെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുദീറിന്റെ സെക്രട്ടറിക്ക് ഇതൊന്ന് കൊടുക്കണം. അയാൾ കൊടുത്തു. കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന് ആ സ്ഥാപനത്തിൽ നിന്നും പ്രമുഖരായ അതിഥികൾ ഇവിടെ വരികയുണ്ടായി. അതിനുശേഷം ഉസ്താദ് റിയാദിൽ വന്നപ്പോൾ ആ സ്ഥാപനത്തിന്റെ സമൂ അൽ മലിക്കി പ്രിൻസ് ഉസ്താദിനെ അവിടെ വളരെ ആവേശകരമായി സ്വീകരിക്കുകയുണ്ടായി. കാരണം ഇവിടെ വന്ന അതിഥികൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ വാക്കുകളായിരുന്നു പ്രിൻസിനെ, ഉസ്താദിനെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. അതിനുശേഷം ആ വളരെ പ്രശസ്തമായ ആ സ്ഥാപനവും മർക്കസുമായി ഒരു MOU സൈൻ ചെയ്യുന്നതിലേക്കും വളരെ
പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കും ആ ഒരു ഉംറയിലെ ട്രിപ്പിൽ വാങ്ങിയ വിസിറ്റിംഗ് കാർഡ് എത്തിക്കാൻ നമ്മുടെ ഒരു അലുമിനിക്ക് കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഞാനിവിടെ നിർത്തുകയാണ്, സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ട്. നാം എല്ലാവരും ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കുക. നാം ഇന്ന് നേടിയതൊന്നും, എന്റെ മുമ്പിലിരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന എന്റെ മുമ്പിലിരിക്കുന്നവരൊന്നും നേടിയതൊന്നും നമ്മുടെ സ്വയം കഴിവ് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തന്നതാണ്. അതിന് ഒരു വഴിയായിരുന്നു ഈ സ്ഥാപനം, അതിനുള്ള ഒരു വഴിയായിരുന്നു ഷെയ്ഖുന. നാം എല്ലാവരും ഇനി സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മെപ്പോലെ വിദ്യാഭ്യാസവും സംരക്ഷണവും അർഹിക്കുന്ന, അതിന് കഴിവില്ലാത്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മെ ആശ്രയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നാം ഉണർന്ന് പ്രവർത്തിക്കുക. നാം ഒരുമിച്ച് നിന്നാൽ ഈ സ്ഥാപനത്തിന്റെ എല്ലാ ഭാവി പദ്ധതികളും